നമസ്കാരം സുഹൃത്തുക്കളെ, രേഖാചിത്രം എന്ന സിനിമ കണ്ട ശേഷമുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പതിഞ്ഞ താളത്തിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആസിഫ് അലിയുടെ തന്നെ കിഷ്കിന്ത കാണ്ഡത്തെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി വേഗത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ജോഫിൻ ഡി ചോക്കയുടെ രണ്ടാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ മമ്മൂക്കയെ വെച്ചെടുത്ത തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിയ പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റിനെ അപേക്ഷിച്ച് ഇതിന്റെ ഡയറക്ഷൻ വളരെ മികച്ചതാണ്. സ്ലോ പേസിലാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും മൊത്തത്തിൽ എൻഗേജ്ഡ് ആക്കി നിർത്താൻ സംവിധാനത്തിലൂടെയും സ്ക്രിപ്റ്റിലൂടെയും സാധിച്ചിട്ടുണ്ട്. സാധാരണ ത്രില്ലർ സിനിമകളിൽ കണ്ടുവരുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തത സ്ക്രിപ്റ്റിൽ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുതന്നെ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിൽ ഒന്നാണ്. സിനിമ പ്രധാനമായും ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. 1985 എന്ന കാലഘട്ടത്തെ വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ടെക്നീഷ്യൻസിന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും വണ്ടികൾ, കെട്ടിടങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം തന്നെ കൺവിൻസിംഗ് ആയിരുന്നു. മമ്മൂക്കയുടെ സാന്നിധ്യം ഉടനീളം ഈ സിനിമയിലുണ്ട്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അഭിനയിച്ച ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. മമ്മൂക്കയെ ഇതിൽ എയിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ നാച്ചുറലായി തോന്നിയിരുന്നു. ആസിഫ് അലിയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ആ കഥാപാത്രത്തിന്റെ എല്ലാ ഇമോഷൻസിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങ് ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എബ്രഹാം ഓസ്ലറിൽ അനശ്വര രാജനെ കണ്ടപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ട്. അതേ ഫീൽ ഇതിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു വിന്റേജ് ക്യാരക്ടറാണ് അനശ്വര ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് അവർ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ക്യൂട്ട്നെസ് എല്ലാം തന്നെ ഈ ഒരു ക്യാരക്ടറിന് ആവശ്യമാണ്. അത് അതേപടി ഒപ്പിയെടുക്കാനായിട്ട് സംവിധായകനും സാധിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ ക്യാരക്ടർ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എല്ലാ സിനിമയിലേതും പോലെ തന്നെ അദ്ദേഹവും മികച്ച പ്രകടനമായിരുന്നു. മനോജ് കെ ജയന്റെ നെഗറ്റീവ് കഥാപാത്രവും കിടിലനായിരുന്നു. അപ്പിയറൻസ് കൊണ്ടും അദ്ദേഹം വ്യത്യസ്തത പുലർത്തിയിരുന്നു. സിനിമാക്കാരായിട്ട് തന്നെ വരുന്ന ആളുകളുമുണ്ട്. അതിൽ നടൻ ജഗദീഷും സംവിധായകൻ കമലും ഉൾപ്പെടുന്നു. ഇന്ദ്രൻസും തരക്കേടില്ലാത്ത പ്രകടനമായിരുന്നു. ഈ സിനിമ പൂർണ്ണമായും എനിക്ക് പോസിറ്റീവ് വൈബ് നൽകിയ സിനിമയല്ല. മുജീബ് മജീദ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരെണ്ണം ലൂസിഫറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് വളരെ സാമ്യം തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫീമെയിൽ വോയിസിൽ ഒരു ബീജം വരുന്നുണ്ട്. ലൂസിഫർ സിനിമയുടെ ട്രെയിലറിൽ മെയിൽ വോയിസിൽ വരുന്ന ഒരു ബീജം ഉണ്ട്. അതെടുത്ത് ഫീമെയിൽ വോയിസ് ആക്കി ചെറുതായിട്ടൊന്ന് മോഡിഫൈഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സ്കോറും ഓഡിയോഗ്രാഫിയും കിടലനായിരുന്നു. രണ്ടാമത്തെ ഒരു വലിയ നെഗറ്റീവ്, ഇതിലെ കഥാപാത്രങ്ങളുടെ ചെറുപ്പത്തിലുള്ള കാലഘട്ടവും പ്രായമാകുമ്പോഴുള്ള കാലഘട്ടവും കാണിക്കുന്നുണ്ട്. ചെറുപ്പ കാലഘട്ടം കാണിക്കുമ്പോഴും അവരുടെ പ്രായം ഏതാണ്ട് 30-നോട് അടുത്ത് അല്ലെങ്കിൽ 30-ന് മുകളിൽ എന്ന നിലയ്ക്കാണ് കാണിക്കുന്നത്. അതേ ആളുകളുടെ തന്നെ പ്രായമായുള്ള കാലഘട്ടം കാണിക്കുമ്പോൾ അവ തമ്മിൽ ഒരു ബന്ധമില്ലാത്തതുപോലെ തോന്നി. അത് കാണുമ്പോഴൊക്കെ ഉടനീളം എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയിരുന്നു. ഒരു പക്ഷേ ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ടാകാം. എന്തായാലും ആസിഫ് അലിയുടെ കരിയറിലെ ഒരു മികച്ച സിനിമയായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം. ഭീകര ചിത്രം, അതാണ് രേഖാചിത്രം.